അടുത്ത വ്യാഴാഴ്ച ഈ സമയത്ത് കേരളത്തിലെ പോളിംഗിൻ്റെ ശതമാനം ഏകദേശം ആളുകൾ കണക്കൂട്ടുകയായിരിക്കും. അപ്പോൾ കുമാർജി അങ്ങ് അറിയപ്പെടുന്ന ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകനാണ്. ഇംഗ്ലീഷ് ജേർണലിസ്റ്റിൻ്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്യായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിലെ 3 മുന്നണികളും അരയും തലയും മുറുക്കി കളത്തിലാണ്. 3 കൂട്ടരുടെയും ഒന്നിനൊന്ന് മികച്ച പ്രകടന പത്രികകൾ ഇറങ്ങിക്കഴിഞ്ഞു. ആര് ജയിക്കും? സുനിൽ, ഞാൻ ഇപ്പോഴും എൻ്റെ ആദ്യത്തെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. എൽ ഡി എഫിന് ഒരു മുൻതൂക്കമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതിന് പ്രധാന കാരണം കോൺഗ്രസ് നടത്തുന്ന നെഗറ്റീവ് ക്യാമ്പയിനിങ്ങിൻ്റെ ഇഫക്റ്റാണ്. അവർക്ക് കോൺഗ്രസ്സുകാർക്ക് പുതുതായിട്ട് ഒന്നും ജനങ്ങൾക്ക് ഓഫർ ചെയ്യാനില്ല. പിന്നെ അവർ കളിക്കുന്നത് മുഴുവൻ വിജയൻ എന്ന് പറയുന്ന ഒരു സീസൺഡ് പ്ലെയറിൻ്റെ അടുത്താണ് അവർ കളിക്കുന്നത് മുഴുവൻ. അദ്ദേഹത്തിന് തന്ത്രങ്ങൾ അറിയാം, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അറിയാം. അതുകൊണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ മികവ് കൊണ്ടോ അതല്ലെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായി നല്ലൊരാളാണ് എന്നുള്ള ഉള്ള ഒരു തെറ്റിദ്ധാരണയും എനിക്കില്ല. പക്ഷേ പ്രവർത്തന പരിചയം, എങ്ങനെ ജനങ്ങളുമായിട്ട് സംവദിക്കണം എന്നുള്ളത്, അത് ആ കാര്യത്തിൽ കാതങ്ങൾക്ക് മുമ്പിലാണ് ഇവരെ. ശരി, പക്ഷെ അവസാന ലാസ്റ്റ് ലാപ്പിലെത്തിയപ്പോൾ ഈ മറ്റേ SDP പോലെയുള്ള ആളുകളെ കൂട്ടത്തിൽ നിർത്തുകയും 2 സ്വതന്ത്രന്മാർക്കും SDP ഓപ്റ്റ് ചെയ്യുന്ന SDP ചിഹ്നമായ ഖത്തറി അടയാളത്തിൽ മത്സരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു തീവ്ര ഇസ്ലാമിക ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റിൻ്റെ പൊളിറ്റിക്കൽ വിങ്ങായ SDP ആയിട്ട് പരസ്യ ബന്ധം ഇടതുപക്ഷത്തിനുണ്ട്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ക്ഷുഭിതനാവുന്നു. അത് ഇപ്പോൾ മറ്റവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ അതേപോലുള്ള മറ്റു പല ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ UDF അപ്പോൾ പിന്നെ ഒരു മൃദു ഹിന്ദുത്വമാണ് ഇടതുപക്ഷത്തിനെന്ന് പറയുന്നത്. അങ്ങനെ ഒരു മൃദു ഹിന്ദുത്വം ഒന്നും അവർക്കില്ല. അത് അവർക്കൊരു അവർ ശബരിമല പ്രശ്നത്തിൽ അവർക്ക് ഇതേവരെ സുപ്രീം കോടതിയിൽ അവർ എന്ത് അഫിഡവിറ്റാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും വന്നിട്ടുള്ള അഫിഡവിറ്റ് കൊടുക്കാൻ കൂടുതൽ സമയം അവർ സർക്കാരിന് കൊടുത്തിട്ടില്ല, ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ളൂ. അവർ അപ്പോൾ ഒരു സർക്കാരിൻ്റെ തീരുമാനമായിരിക്കുമല്ലോ ദേവസ്വം ബോർഡ് കൊടുക്കുക. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു എന്താ പറയുക, പക്ഷേ കോടതി നോക്കുമ്പോൾ അതൊരു ഓട്ടോണമസ് ബോഡിയാണെന്ന് പറയും. പേരിന് മാത്രമല്ലേ ഉള്ളൂ ഓട്ടോണമസ് ബോഡി. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി സാറ് പറഞ്ഞു വരുന്നത് 5 വർഷം കൂടി ഈ കാരണഭൂതത്തെ നമ്മൾ ചുമക്കണം, സഹിക്കേണ്ടി വരും. വേറെ 5 വർഷം ഭരിക്കോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇത് ഒരു വ്യക്തമായ ഭൂരിപക്ഷം ആർക്കെങ്കിലും കിട്ടുമോ? ആധിപത്യം 71 സീറ്റ് കിട്ടുകൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കാം. പഴയ നിലപാടിലേക്കാണ് പോകുന്നത്. ഹങ് അസംബ്ലി എന്നാണോ വീണ്ടും പറയുന്നത്? ഹങ് അസംബ്ലിയേ വരുള്ളൂ. പക്ഷേ ഇതിൽ ഒരു കാര്യം ഞാൻ രണ്ടാമത് ഞാൻ പറഞ്ഞു വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ക്രിട്ടിക്കൽ മാസ് BJPക്ക് കിട്ടുമോ എന്നുള്ളത് അനുസരിച്ചായിരിക്കും കേരളത്തിൽ ആര് ഭരിക്കണം എന്ന് ഉള്ള തീരുമാനം ഉണ്ടാവുക. 2 കൂട്ടരും എന്താ പറയണേ, അപ്സെറ്റാണ്. BJPയുടെ സാന്നിധ്യം, വളരെ ശക്തമായ ഒരു സാന്നിധ്യം കേരളത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു 2 മുന്നണിയേക്കാളും അപ്സെറ്റ് ആയിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് BJP മാറിയിരിക്കുന്നു. അത് വന്ന് അവർക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. അതല്ലേ അവർ ഈ BJPയുടെ പല വാർത്തകളും ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നതും തമസ്കരിക്കുന്നതും അതേപോലെ മറ്റേ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും വാർത്ത ഹൈലൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്ന ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ട്, CPM നേതാവ്. അയാൾ വൈപ്പിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് വരാനുള്ള കാരണത്തിനെ കുറിച്ച് ആർക്കെങ്കിലും എഴുതാൻ ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ അതിന് കൂടുതൽ അറിയാം, ഒരു സ്കാൻഡൽ ഉണ്ടായിരുന്നു. അതെ, അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ഇതില്ല. ഏതെങ്കിലും പത്രങ്ങൾ അതിനെക്കുറിച്ച് സ്കാൻഡൽ എന്താണെന്ന് വന്നിരുന്നു. അത് മറ്റൊരു PK ശശി, അദ്ദേഹം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്, അദ്ദേഹം വ്യക്തിപരമായ PK ശശി മഹാനാണ്. PK ശശി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പറയുന്ന പൂവൻകോഴി ശശി എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുന്ന ആൾക്കാർ. എനിവേ, ഇരുകൂട്ടർക്കും അല്ലേ ഒരു എന്താ പറയണ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. CPM മുന്നണിയും കോൺഗ്രസ് മുന്നണിയും തമ്മിൽ. അതിൽ ഇപ്പോഴും ഒരു ഹെയർ വിഡ്ത്ത് ഇത് പണ്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, അത് മാറിയത്. പക്ഷേ എന്താ ഹെയർലൈൻ ഗ്യാപ്പേ ഉള്ളൂ. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇടതുപക്ഷ മുന്നണി തന്നെയായിരിക്കും, CPM ആയിരിക്കും. ഇടതുപക്ഷ മുന്നണി എന്ന് ഞാൻ പറയില്ല, CPM ആയിരിക്കും അതിനകത്ത് മുന്നിൽ നിൽക്കുന്നത്.
സുനിൽ പറഞ്ഞില്ലേ, അവരെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയാണ് ഇപ്പോൾ കേരളം. സുനിൽ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, അവർക്ക് ഇതുവരെ കിട്ടിയ അടുത്ത 10-15 വർഷം കഴിഞ്ഞ 15-20 വർഷത്തിനിടയിൽ അവർക്ക് കിട്ടിയത് എത്ര സീറ്റാണ്? 30 സീറ്റാണ്. 32 സീറ്റ് അവർക്ക് പരമാവധി എത്താൻ പറ്റിയിട്ടുള്ളൂ. ആ ബാരിയർ അവർ ക്രോസ് ചെയ്യുമോ? അതിനുള്ള ആൾക്കാരുണ്ടോ അവർക്ക്? ആവറേജ് കേരളത്തിൽ CPM 60 സീറ്റുകളും കോൺഗ്രസിന് 30 സീറ്റുകളും ഷുവർ സീറ്റുകൾ. അതെങ്ങനെ മറികടക്കും? പിന്നെ സുനിൽ തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. സുനിൽ അത് കുറച്ച് വിശദമായ ഗവേഷണം നടത്തി. വേറെ ആരും പറയാത്തൊരു കാര്യമാണ് സുനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവർ അവിടെ അപ്പം അങ്ങനെ ചെയ്തു, ഇവിടെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പത്രങ്ങളിൽ ഇങ്ങനെ വിശകലനം നടത്തുന്നുണ്ടെങ്കിലും സുനിൽ അതിൻ്റെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആ ശരാശരി സീറ്റുകൾ CPM 60 ഉണ്ട്. എവിടെ 60 സീറ്റുകൾ ഉറപ്പാണ്, കോൺഗ്രസ്സിന് 30 ഉള്ളൂ. ഈ 30 എങ്ങനെ 60ഉം 71ലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ് സുനിൽ. ഡു യു തിങ്ക് അത് അങ്ങനെ അവർക്ക് 45 സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതിനു വേണ്ടിയുള്ള കപ്പാസിറ്റി ഒന്നും കേരളത്തിലെ കോൺഗ്രസ്സിന് ഇല്ല. പ്രത്യേകിച്ച് ഈ സതീശനും KC വേണുഗോപാലിനും പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കും സുധാകരനൊന്നും കൂടി അതിനുള്ള കഴിവുണ്ടെന്ന് തോന്നണില്ല. ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെ ഞാൻ കേട്ടു തുടങ്ങിയത് അയാളെ KPCC പ്രസിഡന്റായി അപ്പോയിന്റ് ചെയ്തപ്പോഴാണ്. ഇവിടെ മാധവൻ നായർ അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു പണ്ട് KPCC പ്രസിഡന്റുമാരായിട്ട്. CK ഗോവിന്ദൻ നായർ ആരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ മഹാരഥന്മാരാണ്. ആ കസേരയിലാണ് ഒരു അശുവായ സണ്ണി ജോസഫ് കയറിയിരിക്കുന്നത്. സണ്ണി ജോസഫ് ഏതോ മഹാന്റെ രഥമാണ്. അതെ, ആരുടെയോ നോമിനിയാണ്. അപ്പൊ എങ്ങനെ ജയിക്കുന്ന സുനിൽ തന്നെ പറയൂ. അത് ശരിയാണ്. പക്ഷെ BJPയുടെ ഒരു അവസ്ഥ എന്താ? BJP NDA ആയിട്ട് മത്സരിക്കുന്നു. 2020 വന്നിട്ടുണ്ട്, BDS ഉണ്ട്. ഈ 2 മുന്നണികളും ഈ 2 പാർട്ടികളും കൂടെ BJPക്ക് ഉള്ളത് എത്രത്തോളം ഗുണം ചെയ്യും? BJPയുടെ കൂടെ BDJs വന്നതുകൊണ്ട് വലിയ ഇഫക്റ്റ് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ 2020 എന്ന് പറയുന്ന പാർട്ടിയും BJPയും കൂടി ഉണ്ടാക്കിയ സഖ്യം അതൊരു ഗെയിം ചേഞ്ചറായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. കാരണം അവർ ഈ കിഴക്കമ്പലം അതല്ലെങ്കിൽ കാക്കനാട് സൈഡിലുള്ള പഞ്ചായത്തുകൾ പിടിച്ചെടുത്ത് അവിടെ നടത്തിയ ഭരണം തന്നെ ഒരു യാർഡ് സ്റ്റിക്കാണ്, ഒരു ബെഞ്ച് മാർക്കാണ്. അത് ഒരു എന്താ പറയുക ജനങ്ങളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹം നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹം പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അവർ ഫീൽഡ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ആതിര D നായർ ഏറ്റുമാനൂർ മത്സരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആ കുട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്ന ഏറ്റുമാനൂരിലെ ജനങ്ങൾക്കാണ്, കേരളത്തിലെ ജനങ്ങൾക്കാണ്, ആദരിക്കുമല്ല. ഈസിയാണ്. കാരണം അവർക്ക് അവരുടെ ബിസിനസ്സും ചെയ്ത് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാം. ഈ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു നല്ല ജനപ്രതിനിധിയെ, ഒരു ഭാവി വാഗ്ദാനത്തിന് അവർ വേണ്ടാന്ന് വയ്ക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ദേ ഡോണ്ട് ഡിസർവ് എ ലീഡർ ലൈക്ക് ആതിര എന്നേ ഞാൻ പറയുള്ളൂ. എനിക്കത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതിനെ നന്നായിട്ട് കയറി വരുന്നു. മാത്രമല്ല CPM ഇപ്പോൾ വലിയ ശത്രുതയാണ് ആതിരയെ കാണുന്നത്. ഇന്നലെ ആതിരയുടെ നീണ്ടൂരിനടുത്ത് ശാസ്താങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആതിരയുടെ ക്യാമ്പയിൻ നടക്കുമ്പോൾ ആതിര ഈ പറഞ്ഞ പോലെ ആരെ കണ്ടാലും നമസ്കരിക്കുകയും കാല് തൊഴുകയും ചെയ്യുന്ന കുട്ടിയാണ്. VN വാസവനെ കണ്ടപ്പോൾ അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. ഒരു ഫോട്ടോ എടുക്കാം ഫോട്ടോഗ്രാഫർ നിന്നപ്പോഴത്തേക്ക് ഫോട്ടോഗ്രാഫറുടെ ക്യാമറക്കിട്ട് അടിച്ചു. ക്യാമറയുടെ ലെൻസ് ഉൾപ്പെടുന്ന ഭാഗം തകരാറിലായി. ചെറിയ ഫോട്ടോഗ്രാഫർ സാറിനറിയാം, ഒരു ചെറിയ കുട്ടിയാണ്, അർജുൻ എന്ന് പറയുന്ന ക്യാമറാമാനാണ്. വാസവൻ അപ്പോൾ അപ്സെറ്റ് ആണെന്ന് അർത്ഥം. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഭയം വരുമ്പോഴാണല്ലോ ആൾക്കാർ മുഴുവൻ എതിരാളികളോട് വയലൻ്റ് ആവുന്നത്. പണ്ട് സോണിയാഗാന്ധി നരേന്ദ്രമോദിനെ മൗത്ത് കാ സൗദാഗർ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചല്ലേ അതെ, അവസാനത്തിൻ്റെ മരണത്തിൻ്റെ മൊത്ത വ്യാപാരി എന്നും പറഞ്ഞുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്. അവരുടെ 2 പിള്ളേർ എന്തൊക്കെയാ മോദിനെ വിളിച്ച് തിരുടൻ, കള്ളൻ, ചോർ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത്. അവസാനം എന്തായി, അവർക്ക് കരകയറാൻ പറ്റുമോ? ആ കുളത്തിൽ നിന്ന്, പരാജയത്തിൻ്റെ കുളത്തിൽ നിന്ന് അവരടുത്ത കാലത്തൊന്നും കരകയറുകയില്ല. അപ്പോൾ BJPയിൽ സാറ് കാണുന്നത് BJPയിൽ ജയിച്ചു വരാൻ സാധ്യതയുള്ള പ്രധാന, ഞാൻ പറഞ്ഞത് 5 സീറ്റ് എന്നുള്ളത് കൂടി വന്നാൽ മേ ബി അനദർ 1 or 2 സീറ്റ്സ് മേ ബി. പറയുന്നില്ല അല്ലേ? എന്താ 2 ഡിജിറ്റ് പറയുന്നില്ല. 2 ഡിജിറ്റ് എത്തും എന്നുള്ളത് കാര്യം
എനിക്കിപ്പോഴും പറയാറായിട്ടില്ല സുനിൽ, ഇപ്പോഴും പറയാറായിട്ടില്ല. കാരണം ചില സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യാത്ത സമയത്ത് ഞാൻ തെരഞ്ഞെടുപ്പാണ്, ആരുടെയും പേര് പറയുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ 140 മണ്ഡലങ്ങളിലെ എല്ലാ മണ്ഡലങ്ങളിലെ ആൾക്കാരുമായിട്ട് എന്താ പറയണ ഇതിൻ്റെ സാധ്യതകൾ എന്താ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, യാത്ര ചെയ്യാൻ പറ്റിയ ആരോഗ്യത്തിലല്ല ഞാനിപ്പോൾ. പക്ഷേ എല്ലാവരോടും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ അഭിപ്രായം എനിക്ക് BJPക്ക് 5 മുതൽ 7 സീറ്റ് വരെ കിട്ടുമെന്നാണ് ആ വർത്തമാനങ്ങളിൽ നിന്ന്, സംഭാഷണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണം. പക്ഷേ ആ 7 സീറ്റ് മതിയാവും കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഒരു വ്യത്യാസവും ഇല്ല. കുമാർ ചെല്ലപ്പൻ എന്ന സീനിയർ ജേർണലിസ്റ്റ് ഉറച്ചു നിൽക്കുന്നു. എഡ്ജുള്ളത് LDF-നാണ്. പക്ഷേ ഭരണം ആരുണ്ടാക്കണമെന്ന് BJP തീരുമാനിക്കും. ഏതായാലും നമുക്ക് കാത്തിരിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ ഇലക്ഷൻ സർവേ പോലെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ അതിലേക്ക് പോകും. ഏതായാലും കുമാർ ചെല്ലപ്പൻ സാറിൻ്റെ ഈ വാക്ക് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കേരളത്തിലെ ഏറ്റവും മുതിർന്നൊരു മാധ്യമ പ്രവർത്തകൻ, കേരളത്തിൽ എല്ലായിടത്തും വലിയ പരന്ന സൗഹൃദമുള്ള ഒരാൾ, ബന്ധങ്ങളുള്ള ആൾ. അദ്ദേഹം ഫോണിലൂടെ എടുത്ത ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളെ വിശകലനം ചെയ്തിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ BJP 2 അക്കം തൊടട്ടെ എന്ന് ഞാൻ BJPയോട് ആശംസിക്കുന്നു. കാരണം എന്താണെന്നറിയോ, പണ്ട് ഈ തൂക്ക് മന്ത്രിസഭയൊക്കെ ഉണ്ടാവുന്നത് ഞാനടക്കമുള്ള തലമുറ കണ്ടിട്ടില്ല. പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായില്ല. അങ്ങനെ കേരളത്തിലൊരു തൂക്ക് മന്ത്രിസഭ വന്നിട്ടില്ല. ഇപ്പൊ ഞാനിപ്പോ ചിലയിടത്തൊക്കെ വന്നിട്ടുണ്ട്, വരാതെ വന്നിട്ട് പിന്നെ ഭരണം പ്രസിഡന്റ് അത് വന്നിട്ടുണ്ട്. ഒരു തവണ മാത്രം. അതായത് 1959 ഈ വിമോചന സമരം CAA സ്പോൺസേഡ്, CAA വത്തിക്കാനും സ്പോൺസർ ചെയ്ത് EMS മന്ത്രിസഭയെ താഴെ കൊണ്ടുവന്നുവല്ലോ. കത്തോലിക്ക സഭയുടെ ഇഷ്ടപ്രകാരം വത്തിക്കാൻ ഇടപെട്ട് പമ്പ് ചെയ്തു. അവർ എത്രയോ ലാക്സ് ഓഫ് ഡോളേഴ്സ് പമ്പ് ചെയ്ത് ഇവിടെ വിമോചന സമരം നടത്തി EMS മന്ത്രിസഭയെ താഴെ കൊണ്ടുവന്നു. അതിനുശേഷം വന്ന ഇലക്ഷനിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. ജയിച്ചവരൊക്കെ MLA എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു മാത്രം. നിയമസഭ കണ്ടിട്ടില്ല അവരാരും. അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സമീപകാലത്ത് അത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗത്തിന്റെ തലമുറയ്ക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. എന്റെ തലമുറയ്ക്ക് മാത്രമല്ല, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയും ജനാധിപത്യത്തിൽ ചില സംഭവങ്ങളുണ്ടെന്ന് അറിയണമല്ലോ. ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹങ് അസംബ്ലീസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ അന്ന് നടന്ന 1959 നടന്ന ആ പ്രശ്നം അല്ലാതെ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതായാലും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സർക്കാർ ഉണ്ടാക്കാൻ കഴിയാതെ വരികയും BJP ഒരു നിർണായക കക്ഷിയായി മാറുകയും ചെയ്താൽ അവർ ഇന്ത്യ മുന്നണി കേരളത്തിൽ കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് എനിക്കെന്ന് കാണണം. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്ത് എല്ലാവരും ഒന്നാണല്ലോ. SDPയും CPM-ഉം കോൺഗ്രസും ഒക്കെ തോളിൽ ഇട്ടിട്ട് ഒരുമിച്ച് മത്സരിക്കുകയാണ്. അപ്പോൾ അത് കേരളത്തിലും കൂടെ വരട്ടെ ഇന്ത്യ മുന്നണി. അതിന് ഈ തെരഞ്ഞെടുപ്പ് സഹായിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.